നിലമ്പൂർ കരുളായിയിൽ നടന്നത് വ്യാജ ഏറ്റുമുട്ടലെന്ന് സ്ഥിരീകരിച്ച് നിലമ്പൂരിലെ പത്രലേഖകർക്ക് മാവോയിസ്റ്റ് നേതാവിന്റെ ടെലിഫോൺ സന്ദേശം. സുഖമില്ലാതെ കിടന്നവരെയാണ് പോലീസ് വെടിവെച്ചിട്ടത്. കീഴടങ്ങാൻ സന്നദ്ധരാണെന്നറിയിച്ചിട്ടും പോലീസ് വെടിവെക്കുകയായിരുന്നുവെന്ന് രക്ഷപ്പെട്ട മാവോയിസ്റ്റ് അക്ബർ പറഞ്ഞു. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ട 4 പേർ വനത്തിൽ സുരക്ഷിതരായുണ്ടെന്നും ടെലിഫോൺ സംഭാഷണത്തിൽ പറയുന്നു. നിലമ്പൂരിലെ പ്രമുഖ പത്രങ്ങളുടെ പ്രാദേശിക ലേഖകർക്കാണ് ഇന്നലെ വൈകിട്ടോടെ മാവോയിസ്റ്റ് നേതാവിന്റെ ടെലിഫോൺ സന്ദേശം ലഭിച്ചത്. കരുളായിയിൽ നടന്നത് പോലീസിന്റെ ഏകപക്ഷീയമായ ഏറ്റുമുട്ടലായിരുന്നുവെന്നാണ് സന്ദേശത്തിൽ പറയുന്നത്. പോലീസ് ടെന്റിനടുത്തേക്ക് വരുന്നത് 80 മീറ്റർ അകലെ നിന്ന് തന്നെ തങ്ങൾ കണ്ടിരുന്നു. അസുഖബാധിതരായി എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കിടന്നിരുന്ന കുപ്പു ദേവരാജും അജിതയും കീഴടങ്ങാൻ സന്നദ്ധരാണെന്നറിയിച്ചിട്ടും പോലീസ് വെടിയുതിർക്കുകയായിരുന്നു. താൻ ഉൾപ്പെടുന്ന 4 പേരോട് രക്ഷപ്പെടാൻ ആവശ്യപ്പെട്ടത് കുപ്പു ദേവരാജായിരുന്നു. 3 ഭാഗത്തു നിന്നും തങ്ങളെ വളഞ്ഞ ദൗത്യസംഘത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും ഇതിനിടെ 3 റൗണ്ട് പോലീസിന് നേരെ വെടിയുതിർത്തുവെന്നും മാധ്യമലേഖകരെ ടെലിഫോണിൽ വിളിച്ച അക്ബർ പറഞ്ഞു. വെടിവെപ്പ് കൊണ്ട് മാവോയിസത്തെ തകർക്കാനാകില്ലെന്നും ഇത് പോലീസിന്റെ കാടത്ത നടപടിയാണെന്നും അക്ബർ പറഞ്ഞു. നിലമ്പൂരിലെ പത്രലേഖകരുമായി ബന്ധം വെച്ച് പുലർത്തിയിരുന്ന അക്ബർ കേരളത്തിലെ മാവോയിസ്റ്റ് നേതാവ് സോമനാണെന്നാണ് നിഗമനം. വാർത്ത എല്ലാ മാധ്യമങ്ങളെയും അറിയിക്കണമെന്നും പറഞ്ഞാണ് അക്ബർ സംഭാഷണം അവസാനിപ്പിച്ചത്. മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ്, റിപ്പോർട്ടർ.